കവിതയെ വിലയിരുത്തുമ്പോൾ മറ്റു പല ഘടകങ്ങളും ഉണ്ടാകാം. കവിതയുടെ ആവിഷ്കാരത്തിന് സഹായകരമായ ഭാഷയുണ്ടാകാം, ബിംബകൽപ്പനകളുണ്ടാകാം, രൂപഭദ്രത ഉണ്ടാകാം, അങ്ങനെ മറ്റു പലതും ഉണ്ടാകാം. അതേസമയം ഈ അനുഭൂതികളുടെ ആവിഷ്കാരമായിരിക്കണം കവിത എന്ന് പറയുമ്പോൾ ശ്രീ ശരത്ചന്ദ്രലാൽ അവതരിപ്പിച്ച കവിതകളെ കുറിച്ച് ആദ്യം പറയുമ്പോൾ ഇത്രയേറെ ബിംബകൽപ്പനകൾ സമൃദ്ധമായിട്ട് കടന്നുകൂടിയ ഒരു കവിത ശരത്ത് തന്നെ അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈമുദ്രകൾ എന്ന് പറയുന്ന ഈ കൈയിലെ അടയാളങ്ങൾ, കൈരേഖകൾ എന്ന് പറയുന്നത് തന്നെ ഒരു ബിംബകൽപ്പനയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിവിടെ കിടക്കുന്നില്ല. എങ്ങനെ കൈരേഖകളുണ്ടായി, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചോ അതിൻ്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ചോ അതിൻ്റെ പിന്നിലുള്ള വിശ്വാസങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഞാനിവിടെ പരാമർശിക്കുന്നില്ല. അതേസമയം ഈ ശരത്തിൻ്റെ മറ്റ് കവിതകളിൽ പ്രകടമായിരിക്കുന്ന മതാതീതമായ ഒരുതരം ആത്മീയ തലം ഈ കവിതയിലും അങ്കുരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സവിശേഷമായിരിക്കുന്ന പുതിയൊരു കാര്യം. ശരത്തിൻ്റെ ഏറ്റവും ഒരു കവിതയിൽ കാണുന്നൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇപ്പം ശ്രീശങ്കരൻ്റെ സൗന്ദര്യ ലഹരിയും ഭഗവത്ഗീതയും ഒക്കെ മലയാളീകരിച്ച ഒരാളാണ് ശരത്ചന്ദ്രലാൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക് വരുമ്പോൾ ഈ മതഗ്രന്ഥങ്ങൾ എന്ന് വിവക്ഷിക്കുന്ന ഈ രണ്ട് ഗ്രന്ഥങ്ങളുടെ പ്രതിസ്ഫുരണമോ പ്രതിഫലനമോ ആ കവിതകളിൽ കാണുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ മതാതീതമായ ഒരു ആത്മീയതയുടെ സാന്നിധ്യം ശരത്ചന്ദ്രലാലിൻ്റെ ഈ കവിതയിൽ നിഴലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ ശാന്തൻ്റെ കവിതകളിലേക്ക് കിടക്കുമ്പോൾ ശാന്തനെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ ധാരാളം വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തെക്കുറിച്ച്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ഒരു ചലച്ചിത്ര കലാവിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വായിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ഈ സുവർണചകോരത്തിൻ്റെ കഥ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ നെഞ്ചേറ്റിൽ ആളിക്കുന്ന പുസ്തകങ്ങളൊന്നാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ ഭാഷാഭൂഷണിലാണോ മാതൃഭൂമിയിലാണോ വന്നൊരു കവിതയും എന്നെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കവിത വായിച്ചു തുടങ്ങിയ കാലം മുതൽ ശാന്തൻ എന്നെ ഹോണ്ട് ചെയ്ത ഒരു കവിയാണ് എന്ന് പറഞ്ഞ എനിക്ക് സവിശേഷമായ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് സുപ്രധാനമായ കാര്യം, ശാന്തൻ്റെ കവിതയ്ക്കുള്ളൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഈ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ മിത്തുകളിലൂടെ ആവിഷ്കരിക്കുകയും ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു ആത്മീയ തലം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായൊരു രചനാതന്ത്രമാണ് അദ്ദേഹത്തിൻ്റേത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉള്ള ഒരു വൃക്ഷത്തെക്കുറിച്ചുള്ള ഒരു കവിത ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു വൃക്ഷം എങ്ങനെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഒരു വൃക്ഷം എന്തുകൊണ്ട് മനുഷ്യജീവനെ സ്വാധീനിക്കുന്നു, എന്തുകൊണ്ട് അത് മനുഷ്യജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ള ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ വളരെ സുവ്യക്തമായി പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അനിൽകുമാർ എസ്.ഡിയുടെ കവിതയിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ ബിംബസാന്നിധ്യമുള്ള ഒരു കവിത ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടില്ല. കവിതയുടെ നമ്മൾ ശീലിച്ചു വച്ചിരിക്കുന്ന കവിതയുടെ ഒരു പാറ്റേൺ, ഒരു രീതിശാസ്ത്രമുണ്ട്. അത് പദ്യനിബന്ധിതമായിരിക്കണം, വൃത്തനിബന്ധിതമായിരിക്കണം എന്നൊക്കെ ഉള്ളത്. 1960-കളിൽ ഈ വൃത്തനിബന്ധിതമായ കവിതകളിൽ നിന്ന് വിടചൊല്ലിക്കൊണ്ട് ആധുനികതയും
ഒക്കെ രൂപപ്പെട്ട ഒരു കാലത്ത് വിദേശ കവിതകളുടെ ഒരുപാട് പരിഭാഷകൾ മലയാളത്തിലുണ്ടായി. അതിനൊരു നിമിത്തമായത് അയ്യപ്പ പണിക്കരുടെ പ്രസിദ്ധീകരണമായിരുന്നു. അയ്യപ്പ പണിക്കരുടെ പ്രസിദ്ധീകരണത്തിൽ സച്ചിദാനന്ദൻ്റെയും കടമേട്ടയുടെയും ഒക്കെ പരിഭാഷകൾ ഒരുപാട് വന്നു കഴിഞ്ഞപ്പോൾ കവിതയുടെ രൂപം തന്നെ മറ്റൊന്നായി മാറുകയുണ്ടായി. ആധുനികതയുടെ വരവോടുകൂടി മലയാള കവിതയിൽ ഇതിൽ സംഭവിച്ച ഒരു ഒരു രീതിശാസ്ത്ര മാറ്റം എന്ന് തന്നെ പറയാവുന്ന ഒരു മാറ്റമാണ്. അത് 1960 ശേഷമാണ്. അതിനു മുമ്പ് നമ്മുടെ കവിതകളിൽ എന്ന് പറയുന്നത് വൃത്തനിബന്ധിതവും ഛന്ദോബദ്ധവുമായ ഒരു ഇതാണ്. ഇപ്പം കവിതകൾ എഴുതി കൂട്ടുവൻ കൂട്ടുകാരെ എന്ന് പറഞ്ഞ ഒരു തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടേത്. പക്ഷേ കവിതകൾ എഴുതി കൂട്ടുവൻ കൂട്ടുകാരെ എന്ന് പറയുമ്പോൾ അദ്ദേഹം മനസ്സിലുദ്ദേശിച്ച കവിത എന്ന് പറയുന്നത് ഛന്ദോബദ്ധമായ കവിതയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ പരിഭാഷാ തന്ത്രങ്ങൾ, പരിഭാഷാ കവിതകൾ മലയാളത്തിലേക്ക് കടന്നു കയറിയപ്പോൾ മലയാളത്തിലുണ്ടായ ഒരു രൂപപരമായ കവിതയ്ക്കുണ്ടായ രൂപപരമായ മാറ്റം എന്ന് പറയുന്നത് ഗദ്യകവിതകൾ എന്ന് വിവക്ഷിക്കുന്ന മട്ടിലുള്ള കവിതകളാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള മനോഹരമായ ഒരു കവിതയാണ് ശ്രീ അനിൽകുമാർ എസ്.ടിയുടെ കവിത. അനിൽകുമാർ എസ്.ടിയുടെ കവിത ഈ പറയുന്ന ഗദ്യ കവിതയുടെ രൂപഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളപ്പോൾ തന്നെ ആ കവിതയ്ക്ക് അന്തർലീനമായ ഒരു താളമുണ്ട് എന്നുള്ളതാണ്. എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല. അതിൽ നിന്ന് ഒരു വാക്കെടുത്ത് മാറ്റി കഴിഞ്ഞു. ഇപ്പോൾ തലയെണ്ണ എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായ പ്രതീകങ്ങൾ ആ കവിതയിൽ ഉണ്ട് എന്നുള്ളതാണ് രസകരമായ സംഭവം. അത്തരം ബിംബകൽപ്പനകളിലേക്ക് നമുക്ക് സൂചനകൾ തരുന്ന ഏതെങ്കിലും ഒരു പദം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കവിത മൊത്തം അടർന്നു ശിഥിലമായി ഒരു ചീട്ടുകൊട്ടാരം പോലെ നമ്മുടെ മുമ്പിൽ തകർന്നു. അത്തരത്തിൽ ഒരു പദം പോലും മാറ്റുവാനാകാത്ത അതിശക്തമായ അതിതീവ്രമായ ബിംബകൽപ്പനകളാൽ സമൃദ്ധമായ ഒരു കവിതയാണ് ശ്രീ അനിൽകുമാർ എസ്.ടി ഇവിടെ അവതരിപ്പിച്ച കവിത എന്നെനിക്ക് ശക്തമായ അഭിപ്രായമുണ്ട്. ഈ 3 കവിതകളും വന്നപ്പോൾ ആധുനിക കവിതകളുടെ ഒരു 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 പരിപ്രേക്ഷ്യം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിന്നിപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ പാളയം മുതൽ കിഴക്കോട്ട വരെ നടന്നാൽ നമുക്കെതിരെ വരുന്നവരും 90% പേരും കവികളായിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ 3 കവികൾക്കും സവിശേഷമായുള്ള സ്വഭാവ സാമ്യം കൂടിയുണ്ട്. ഈ 3 പേരും ഒരു പതുങ്ങിയ സ്വഭാവമാണ്. എന്ന് പറയുമ്പം ഞങ്ങളാണ് വലിയ മഹാകവികൾ അല്ലെങ്കിൽ ഞങ്ങളാണ് വലിയ കവികൾ എന്നുള്ള ഭാവമോ നാട്യമോ ഒന്നും ഈ 3 കവികൾക്കും ഇല്ല എന്നുള്ളതാണ്. വളരെ ഒതുങ്ങി അവരുടേതായ കവിതകൾ എഴുതുന്നു. ഇത് കവിതകളാണോ എന്ന് തനിക്ക് തന്നെയുള്ള സന്ദേഹത്തോടു കൂടിയാണോ ഈ കവിത അവതരിപ്പിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിൽ അയക്കുന്നത് തന്നെ. ഇത് കവിത തന്നെയാണോ എന്നുള്ള സന്ദേഹത്തോടു കൂടി തന്നെയാണ് അവർ ഈ കവിത അവതരിപ്പിക്കുന്നത്. ഈ സന്ദേഹം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഈ സന്ദേഹം തന്നെയാണ് അവരുടെ ശക്തി, ഈ 3 കവികളുടെ ഈ ശക്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പം ഈ മുമ്പ് ഇവിടെ ഇതേ വേദിയിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഉച്ചത്തിൽ ചൊല്ലുകയും ഉറക്കെ ചൊല്ലുകയും പിന്നെ വളരെ സംഗീതാത്മകമായി ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് വരുമ്പോൾ കവിത അതിൽ നിന്ന് ചോർന്നു പോവുകയും പകരം സംഗീതം മുഴിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഇന്ന് മലയാളത്തിലുണ്ട്. സംഗീതാത്മകമാകണം, കവിത സംഗീതാത്മകമാണോ, കേരളീയൻ സംഗീതത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കവിത എഴുതുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുള്ളതുകൊണ്ടാണ് കവിത എഴുതുന്നത്. നിങ്ങൾക്ക് പറയുവാനൊന്നുമില്ല എങ്കിൽ നിങ്ങൾ കവിത എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ കവിത എഴുതിയിട്ട് ഈ സമൂഹത്തെ മാറ്റണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളുമല്ല. അതേസമയം ഈ മഹാഭാരതത്തിൻ്റെ അന്ത്യത്തിൽ വ്യാസൻ വിലപിക്കുന്നത് പോലെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആർക്കും അത് ബോധ്യമാകുന്നില്ലല്ലോ എന്ന് വിലപിക്കുവാൻ ഒരു കവിക്ക് കഴിയണമെങ്കിൽ അയാൾ ചെയ്യുന്ന രചനകൾ
കൂടി അത്രയും മികച്ചതായിരിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ചിന്തകൾക്ക് വഴിമരുന്നിടുവാൻ ഈ 3 കവികളുടെയും കവിതകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഈ സായാഹ്നത്തെ തന്നെ സമ്പുഷ്ടമാക്കിയ സാർത്ഥകമാക്കിയ ഒരു അവസരമായി ഞാൻ കാണുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.